പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകം എമ്പാടും ഇന്ന് ലോകരക്ഷിതാവിൻ്റെ ജനനത്തെ ഓർക്കുകയും സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിനമാണല്ലോ. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ഒതുക്കുവാനോ അല്ലെങ്കിൽ അതിനെ തീർക്കുവാനോ കഴിയുന്നതാണോ നമ്മുടെ ലോകരക്ഷിതാവിൻ്റെ ജനനം എന്ന് പറയുന്നത്? സാധാരണ ജനനം പോലെ ലോകത്തിൽ ജനിച്ച് ലോകത്തിൽ ജീവിച്ച് ലോകം വിട്ടു പോകുന്ന ഒരു പ്രക്രിയ അല്ലല്ലോ നമ്മുടെ അരുമനാഥൻ്റെ ജനനം എന്ന് പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലാണ് യേശു ജനിക്കുകയും വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കണം. യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കവാടത്തിൽ നിന്നുകൊണ്ട് അനുദിനം മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആരെങ്കിലും ആ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ അവർക്കൊപ്പം വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവ വേദന അനുഭവിക്കുന്ന എൻ്റെ മക്കളെ എന്നാണ് പൗലോസ് ജനത്തെ നോക്കി വിളിച്ചു പറയുവാനിടയായിത്തീർന്നത്. അതായത് ഒരുവനിൽ ക്രിസ്തു ജനിക്കണമെങ്കിൽ മറ്റൊരുവൻ ഒരു പ്രസവ വേദന പോലെ തന്നെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പ്രയാസവും വേദനയും അത്രമാത്രം സഹിക്കണം എന്നാണ് പറയുന്നത്. അത് അത്ര എളുപ്പമല്ല എന്നാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മിലൂടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിന് മുന്നിൽ തുറക്കാം. സമാധാനത്തിൻ്റെ ദൈവം നമ്മിൽ വസിക്കട്ടെ. നമ്മിലൂടെ തൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്തിൽ ചെയ്യട്ടെ. അല്ലെങ്കിലും ദൈവത്തിന് ചെയ്യുവാൻ കഴിയും, എങ്കിലും നമ്മിലൂടെ ചെയ്യുവാനാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ആ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ താല്പര്യമുള്ള സന്തോഷമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമ്മോടൊപ്പം വസിക്കുവാൻ നാം നമ്മുടെ ദൈവത്തെ അനുവദിച്ചാൽ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം വസിക്കുവാൻ നമുക്കും അനുവാദം ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിൽ വസിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും എല്ലാം നമുക്ക് ഉത്സാഹിക്കാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ജനനത്തെ നമുക്ക് സ്വീകരിക്കാം. ദൈവമായ കർത്താവിൽ സന്തോഷിക്കാം. ദൈവമായ കർത്താവിൻ്റെ സമാധാനം എല്ലാവരിലും ഒരുപോലെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.